ഹായ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് ലായനികൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, 9ഉം 10ഉം നിങ്ങൾക്കറിയാം, കെമിസ്ട്രി ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ലായനികളിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് നല്ല രീതിയിൽ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് അല്ലേ. നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. ലായനികൾ എന്താണ്? നമുക്ക് ലീനം, ലായകം, ലായനി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ കറിയപ്പ്, പഞ്ചസാര, അതുപോലെ തന്നെ ബാക്കിയുള്ള പദാർത്ഥങ്ങൾ നമ്മൾ എന്തിലേക്കാണോ ഓരോന്ന് ലയിപ്പിക്കുന്നത് അതെല്ലാം ലീനമാണ്. അപ്പം കറിയപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ലീനമാണ്. ഒരു സെക്കൻഡ്. കറിയപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ലീനമാണ്. ഈ കറിയപ്പായാലും പഞ്ചസാര ആയാലും അത് നമ്മൾ വേറെ ഏതോ ഒരു വസ്തുവിൽ ലയിപ്പിക്കുന്നതാണ്. അപ്പം ഇതെന്താണ്? ലീനമാണ്. ഓക്കെ, അപ്പം ലയിക്കുന്ന പദാർത്ഥത്തിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ലീനം. ഇപ്പം പഞ്ചസാര ലായനി എടുക്കുന്നു. എന്തെടുക്കുന്നു? പഞ്ചസാര ലായനി. അപ്പോൾ പഞ്ചസാര ലായനിയിൽ എന്താണ് ലയിപ്പിക്കുന്നത്? പഞ്ചസാരയിലെ. ആ പഞ്ചസാര എന്താണ്? ലീനമാണ്. എന്താണ്? ലീനം, അതായത് സൊല്യൂട്ട്. ഓക്കെ, സൊല്യൂട്ട് എന്നാണ് പറയുന്നത് കേട്ടോ, സൊല്യൂട്ട്. ഓക്കെ, ഏതിലാണോ ലയിപ്പിക്കുന്നത് അതിനെ എന്തെന്ന് പറയും? ലായകം. പഞ്ചസാര ലായനി ലയിപ്പിക്കുന്നത് നമ്മളിപ്പോൾ വെള്ളത്തിലാണെങ്കിൽ അവിടെ വാട്ടറാണ് എന്തെന്ന് പറയുന്നത്? ലായകം എന്ന് പറയുന്നത് വെള്ളം. ഓക്കെ, ലീന ലായകത്തിൽ ചേരുമ്പോൾ, ലീനം എന്ത് ചേരുമ്പോൾ? ലീന ലായകത്തിൽ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ലായനി. എന്ത് കിട്ടും? ലായനി. മനസ്സിലായ? ലീനം ലായകത്തിൽ ലയിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ലായനിയാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന 3 ടേമാണ്: ലീനം, ലായകം, ലായനി. അപ്പം നമ്മൾ കറിയപ്പ് എടുക്കുന്നു. കറിയപ്പ് NaCl ആണ് എന്തെന്ന് പറയുന്നത്? കറിയപ്പ് എന്ന് പറയുന്നത് അല്ലേ, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. എന്തിൽ നിന്ന്? വെള്ളത്തിൽ, വാട്ടറിൽ, ജലത്തിൽ ലയിപ്പിക്കുന്നു. ആ ജലത്തിൽ ലയിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഉപ്പുവെള്ളം കിട്ടും. എന്ത് കിട്ടും? ഉപ്പുവെള്ളം. ഇവിടെ എന്തൊക്കെയാണ്? ലീന, ലായകം എന്ന് പറയുന്ന ഉപ്പുവെള്ളം കിട്ടും. അപ്പോൾ ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലീനമാണ്. വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ലായകമാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവം എന്താണ്? ലായനിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കറക്റ്റായാലോ? ലയിക്കുന്ന പദാർത്ഥത്തെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും, ലീന ലായകത്തിൽ ചേരുമ്പോൾ എന്ത് കിട്ടും? ലായനി, സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ പഞ്ചസാര ലായനിയെ നമ്മൾ നോക്കുമ്പോൾ ഏകാത്മക മിശ്രിതമാണ് അല്ലേ. പഞ്ചസാരയിൽ എല്ലായിടത്തും നമുക്ക് ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അത് ഏകാത്മക മിശ്രിതമാണ്. വേറെ പഞ്ചസാര ലായനിയിൽ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല അല്ലേ. പക്ഷേ 2ഓ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുള്ള ഏകാത്മക മിശ്രിതങ്ങളെയാണ് ലായനികൾ എന്ന് പറയുന്നത്. 2ഓ അതിലധികമോ പദാർത്ഥങ്ങൾ ചേർന്നുള്ള ഏകാത്മക മിശ്രിതത്തെ നമ്മളെന്ന് പറയുന്നു? ലായനികൾ എന്ന് പറയുന്നു. മനസ്സിലായി? ഇപ്പോൾ ഒരു മിക്സർ എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും അതേ ഗുണമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഇപ്പം നമ്മൾ നോക്കിക്കേ, പഞ്ചസാര എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലായാലും താഴെയായാലും എവിടെ നോക്കിയാലും പഞ്ചസാര ലായനിയുടെ അളവ് ഒരുപോലെ ആയിരിക്കും. പക്ഷെ മോരും വെള്ളവും എടുക്കുമ്പോഴത്തേക്ക് താഴെ എന്തായിരിക്കും? മോരിങ്ങനെ അടിഞ്ഞുകൂടും, മുകളിൽ വെള്ളം തെളിഞ്ഞു നിൽക്കും അല്ലേ. അപ്പോൾ മുകളിലെ വാട്ടറും താഴെ എന്താണ്? മോര്. അങ്ങനെ ഇരിക്കുന്നത് ഏകാത്മക മിശ്രിതമാണോ? അല്ല, അതിന് ഭിന്നകാത്മക മിശ്രിതം എന്ന് പറയും. ചെളിവെള്ളം ഭിന്നകാത്മക മിശ്രിതമാണ് അല്ലേ. അപ്പം മിശ്രിതത്തിന് എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവനെ നമ്മൾ ഏകാത്മക മിശ്രിതം പറയും അല്ലെ. പഞ്ചസാര ലായനി, ഉപ്പ് ലായനിയൊക്കെ എന്താണ്? ഏകാത്മക മിശ്രിതമാണ്. ഓക്കെ, വിവിധ തരം ലായനികളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നോക്കി പലതരത്തിലുള്ള ദ്രാവക ലായനികൾ നമുക്കറിയാം. ഖരലായനികളുണ്ട്, വാതക ലായനികൾ ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ലായനിക്ക് ലീനോ ലായകമോ ഒക്കെ എഴുതാൻ പറയുന്നുണ്ട്. ഉപ്പ് ലായനിയിൽ നിങ്ങൾക്ക് അറിയാം ലീനം എന്താണ്? ഉപ്പാണ്. അത് ഏതവസ്ഥയാണ്? ഖരാവസ്ഥയാണ്. ലായകം നമുക്കറിയാം ഏതിലാണ് ലയിച്ചത്? അതെ, ജലത്തിലാണ്. അപ്പോൾ അതെന്താണ്? ദ്രാവകമാണ്. ലായനിയുടെ അവസ്ഥ എന്താണ്? ദ്രാവകമാണ് അല്ലേ. പിച്ചള നിങ്ങൾക്കറിയാം, പിച്ചള അല്ലേ. നമ്മൾ പിച്ചളയിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും അല്ലേ. സിങ്കും കോപ്പറുമാണ്. അപ്പോൾ പിച്ചളയിൽ സിങ്ക് നോക്കി, അതവിടെ ഖരമാണ് അല്ലേ. കോപ്പറും എന്താണ്? അവിടെ ഖരമാണ് അല്ലേ. നമുക്ക് എന്ത് കിട്ടും? പിച്ചള കിട്ടും. അതിൻ്റെ അവസ്ഥ നോക്കി, അരക്കരവും ചേരുമ്പോൾ എന്ത് തന്നെയാവുന്ന? ഖരപദാർത്ഥം അല്ലേ. സോഡ വാട്ടറിൽ നോക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ് അല്ലേ, വാതകമാണ്. ജലം അവിടെ എന്താണ്? ദ്രാവകമാണ് അല്ലേ. നമുക്ക് അവിടെ കിട്ടുമ്പോൾ അല്ലേ ലായനി എന്തായിട്ട് കിട്ടും? ദ്രാവകമായിട്ട് തന്നെയാണ് കിട്ടുക അല്ലേ. അപ്പം ലായനിയുടെ അവസ്ഥ നോക്കിയേ, ദ്രാവകം, ഖരം, വാതകം എന്നുള്ള ഒരുപാട് രൂപത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ 3 അവസ്ഥയിലും എന്ത് കാണപ്പെടാം? ലായനി കാണപ്പെടാം. മനസ്സിലായ? അപ്പോൾ ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതത്തിൽ നമുക്കറിയാം ആൽക്കഹോൾ എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ് അല്ലേ. ആൽക്കഹോൾ ദ്രാവകമാണ്. ജലം എന്താണ്?
അതും ദ്രാവകമാണ്. നമുക്ക് കിട്ടുന്നത് എന്താണ്? ദ്രാവകമാണ് അല്ലേ. ഇവിടെ നോക്കിയ കോപ്പർ സൾഫേറ്റ് ആണ് തുരിശ് ലായനി എന്ന് പറയുന്നത്. അവിടെ കരം എന്താണ്? കോപ്പർ സൾഫേറ്റ് ആണ് അല്ലേ. ജലം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകമാണ്. നമുക്ക് കിട്ടുന്ന പദാർത്ഥം എന്ത് തന്നെയാണ്? ദ്രാവകം തന്നെയാണ് അല്ലേ. അപ്പോൾ ദ്രാവകത്തിലും കരത്തിലും മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ. നമുക്ക് വാതകമുണ്ട് കേട്ടോ, വാതകമുണ്ട്. ഓക്കെ, മനസ്സിലായ? അപ്പം മിക്കവാറും ലായനിയിൽ ലായകത്തിൻ്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. നിങ്ങളിവിടെ നോക്കിയേ, ലായകം ഏതവസ്ഥയാണോ ഇവിടെ നോക്കിയ ദ്രാവകം, എവിടെയും ദ്രാവകം, ഇവിടെ കരം, ദ്രാവകം, ലായകം ഏതവസ്ഥയിലാണോ കാണപ്പെടുന്നത് ആ അവസ്ഥയിൽ തന്നെയാണ് എന്ത് കാണപ്പെടുന്നത്? ലായനിയും കാണപ്പെടുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു സെന്റൻസ് ആണത്. ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. മിക്കവയിലും കോമൺലി നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. ഇപ്പം നമ്മൾ നോക്കിക്കേ, ശുദ്ധമായ വായു ഒരു വാതക ലായനിയാണ്. എന്തുകൊണ്ടാണ്? അതിലെ ഘടകങ്ങളെല്ലാം വാതകങ്ങളാണ് അല്ലേ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നൈട്രജൻ ആണ്, 72%, അല്ലേ. നോക്കിക്കേ, ഓക്സിജൻ 20.9, നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് 21 എന്നൊക്കെ എഴുതാറുണ്ട് അല്ലേ. പിന്നെ ഏതാണ്? നമ്മൾ നോ AC എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിൽ എന്തില്ല? AC ഇല്ല. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പം നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നൈട്രജൻ എത്ര? 78. ഓക്കെ, ഓക്സിജൻ എത്രയാണ്? 21 അല്ലെങ്കിൽ 20.9. ആർഗൺ എത്ര? 0.9 അല്ലേ. കാർബൺ എത്ര? നമ്മൾ 0.04 എന്നൊക്കെ പഠിച്ചു വയ്ക്കാറുണ്ട്. ഓക്കെ, 0.4. ഓക്കെ അല്ലേ, മനസ്സിലായ? മറ്റു വാതകങ്ങളാണ് ബാക്കി ശതമാനത്തിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ജ്വല്ലറിയുടെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ 916 എന്ന് പറയുന്ന, അതായത് 1000 ഗ്രാമിൽ 916 ഗോൾഡും ബാക്കിയുള്ളത് അല്ലേ. ബാക്കി എത്രയാണെന്ന് നമുക്കറിയാം. 916 എടുത്ത ബാക്കി 84 എന്ന് പറയുന്നത് എന്താണ്? 84 കേട്ടോ അല്ലേ. കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1000 കിട്ടുന്നത്. ആ 84% അല്ലെങ്കിൽ 84 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? സിൽവറും കോപ്പറുമാണ്, ലോഹങ്ങൾ ചേർത്താണ്. കാരണം ആഭരണങ്ങളുടെ ദൃഢത ഉറപ്പാക്കാൻ ഇത് ചേർത്തില്ലെങ്കിൽ ആഭരണങ്ങൾ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. മനസ്സിലായ? ഓക്കെ ആണോ? അപ്പോൾ 916 ഗ്രാം ശുദ്ധ സ്വർണവും ബാക്കി വരുന്ന, അതായത് 84 ഗ്രാം എന്തായിരിക്കും? സിൽവറും കോപ്പറും ആയിരിക്കും. സിൽവറും കോപ്പറും ലോഹങ്ങൾ ചേർത്താണ്. ആഭരണങ്ങളുടെ ദൃഢത ഉറപ്പാക്കാൻ ഇത് വളരെ അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ആഭരണ സ്വർണം ഒരു കരലായനിയാണ് എന്നുള്ളൊരു കാര്യം അവർക്ക് അറിയാലോ. എന്ത് ലായനിയാണ്? ആഭരണം നമ്മൾ നോക്കി, ഓർണമെന്റ്സ് നോക്കി ആര്? കരമല്ലേ, സോളിഡ് അല്ലേ ആണ്. ഇനി ലോഹസങ്കരമാണ് പിച്ചള. ലോഹസങ്കരം എന്ന് പറയുന്ന അലോയിനെയാണ് നമ്മൾ ലോഹസങ്കരം എന്ന് പറയുന്നത്. നമ്മൾ പിച്ചള, ഓട്, ഇതൊക്കെ ലോഹസങ്കരങ്ങളാണ്. അപ്പോൾ പിച്ചളയിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ പിച്ചളയിൽ 34% എന്താണ്? സിങ്കാണ്. ഓക്കെ, 66% എന്താണ്? കോപ്പറാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ലായകം, ഏതാണ് ലായനി എന്ന് നമുക്കറിയത്തില്ല. ലീനം ഏതാണ്, ലായകം ഏതാണെന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. കുറഞ്ഞ അളവിലുള്ള ഘടകം എന്താണ്? ലീനം. ഇതിൽ കുറഞ്ഞ അളവിൽ ഏതാണ്? സിങ്കാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താന്ന് പറയുന്നത്? ലീനം. കുറഞ്ഞ അളവിൽ ഏതാണോ അത് ലീനം, കുറഞ്ഞ അളവിൽ ഏതാണോ അതാണ് ലീനം. അപ്പോൾ പിച്ചളയിൽ നിങ്ങൾ ചോദിക്കണം, പിച്ചള എന്നതിൽ ലീനമേത്, ലായകമേത് എന്ന് ചോദിക്കുകയാണ്. കുറഞ്ഞ അളവിലുള്ള പദാർത്ഥത്തെ ലീനമെന്നും കൂടിയ അളവിലുള്ള പദാർത്ഥത്തെ ലായകമെന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ നോക്കി നിങ്ങൾ പറയാം, പിച്ചളയിൽ 34% സിങ്കാണ്. അപ്പം ഇവിടെ ലീനം എന്താണ്? സിങ്കും. കോപ്പർ ഇവിടെ എന്താണ്? ലായകവുമാണ്. കാരണം ഇത് എത്രയേ ഉള്ളൂ? 34% ഉള്ളൂ. ഓക്കെ, കോപ്പർ എത്രയാണ്? 66%. അപ്പോൾ കുറവായതാണ് ലീനം. ഓക്കെ, കുറഞ്ഞ അളവിലുള്ള ഘടകം എന്താണ്? ലീനമാണ്. കുറഞ്ഞ അളവിലുള്ള ഘടകത്തിനെ എന്തെന്ന് പറയും? ലീനമെന്നും കൂടിയ അളവിലുള്ള ഘടകത്തിനെ നമ്മൾ എന്തെന്നും പറയും? ലായകമെന്നും പറയും. മനസ്സിലായ? അപ്പോൾ ഒരു ലായനിയിൽ ലീനമേത്, ലായകമേതെന്ന് നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ലീനം എപ്പോഴും കുറഞ്ഞ അളവിലുള്ളതാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ലായകമായ ഘടകം ഏതായിരിക്കും? നമുക്കറിയാം, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ എന്താണ്? നൈട്രജനാണ്. അപ്പോൾ അവിടെ എന്താണ്? നൈട്രജനാണ് ലായകമായിട്ട് വരുന്നത്. മനസ്സിലായ? അന്തരീക്ഷ വായുവിൽ. ഓക്കെ, ജലീയ ലായനികളിൽ ഏതളവിലായാലും ജലം തന്നെയായിരിക്കും ലായകം. അപ്പോൾ ജലീയ ലായനി എടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് തന്നെയായിരിക്കും? ജലം തന്നെയായിരിക്കും അവിടെ ലായകമായിട്ട് വരുന്നത്. നമ്മൾ ജലത്തിൽ ലയിക്കാത്തതും മറ്റു ചില ലായകത്തിൽ ലയിക്കുന്നതുമായ പദാർത്ഥങ്ങളുണ്ട് അല്ലേ. പല്ലിൽ നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത്, ഇനാമൽ പെയിൻറ്റ് ലയിക്കുന്ന വാതകം ഏതാണെന്ന്. അതായത് നമുക്കിവിടെ പറയുന്നുണ്ട്,
ഇനാമൽ പെയിൻറ്, അതായത് ജലം ഒരു പോളാറാണ്. കാർബൺ, ഓർഗാനിക്, ബെൻസീൻ. ഓക്കെ, ടർപ്പൻറ്റൈലാണ് ഇനാമൽ ലയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇനാമൽ പെയിൻറ് ലയിപ്പിച്ച വാതകം ഏതാണ്? ടർപ്പൻറ്റൈൻ, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ചില ലായകങ്ങൾ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്. അപ്പോൾ ആൽക്കഹോളും അതേപോലെ തന്നെ കാർബൺ ഡൈസൾഫൈഡും ബെൻസീനും കാർബൺ ടെട്രാക്ലോറൈഡും ഒക്കെ ഓർഗാനിക് ലായനിയാണെന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്? ഓർഗാനിക്കുകളുടെ മിശ്രിതമല്ലേ. അപ്പോൾ എല്ലാ ദ്രാവകങ്ങളും പരസ്പരം കലർന്ന് ലായനിയായി തീരണമെന്നില്ല. ചിലതൊക്കെ നോക്കിയാൽ മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയവ ഓരോന്നും ജലത്തിൽ ചേർത്ത് നോക്കുക, അത് ലയിച്ച് ചേരുമോ? ഇല്ല, ലയിച്ച് ചേരത്തില്ല. അപ്പോൾ ജലം എന്ന് പറയുന്നത് ഒരു പോളാർ സംയുക്തമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ജലം എന്ത് സംയുക്തമാണെന്ന്. ജലം എന്ന് പറയുന്നത് പോളാർ സംയുക്തമാണ്. അപ്പോൾ നോൺ പോളാർ സംയുക്തങ്ങളാണ് ഈ മണ്ണെണ്ണയും പെട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പോളാറും നോൺ പോളാറും തമ്മിൽ ചേരുമോ? ഇല്ല, അത് പരസ്പരം വേർതിരിക്കും. അപ്പോൾ ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്നത് സമാനമായതിനെ ലയിപ്പിക്കും എന്നാണ് ആ പൊതു തത്വത്തിൻ്റെ അടുത്ത്. അപ്പോൾ സമാനമായതിനെ ലയിക്കും. അല്ലാതെ അത് പോളാറും നോൺ പോളാറും തമ്മിൽ ചേരുമോ? പോളാറും നോൺ പോളാറും തമ്മിൽ ഓപ്പോസിറ്റാണ്, തമ്മിൽ ചേരത്തില്ല. മനസ്സിലായ? ഉപ്പിൽ ജലത്തിൽ ലയിക്കുന്നത് മണ്ണെണ്ണ, പെട്രോൾ പോലുള്ളവ ജലത്തിൽ ലയിക്കാത്തതും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവിടെ ആ പോളാർ ഫോം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, മനസ്സിലായ? അപ്പം സഹസംയോജക ബന്ധത്തിൽ പൊതുവെ ജലത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ എന്ത് ചെയ്യുന്നില്ല? ലയിക്കുന്നില്ല. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയൊന്ന് ഓർത്തു നോക്കിയേ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. നമുക്കറിയാം, ഉപ്പ് എന്ന് പറയുന്ന സോഡിയം, ക്ലോറിൻ എന്നീ മൂലകങ്ങൾ ലയിപ്പിച്ചുണ്ടാക്കുന്ന ഒരു അയോണിക സംയുക്തമാണ് എന്താണെന്നറിയുന്ന ഉപ്പ്, അല്ലെങ്കിൽ നമ്മൾ കറിയുപ്പ് എന്ന് പറയും, സോഡിയം ക്ലോറൈഡ്. അപ്പോൾ സോഡിയം അയോണുകളുണ്ട്, ക്ലോറൈഡ് അയോണുകളും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയാലോ. അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ Na+ അയോണും Cl- അയോൺസും ആണ്. ഇതിന് ഖരാവസ്ഥയാണുള്ളതെന്ന് നമുക്കറിയാം. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ വിപരീത ചാർജ്, അതായത് Na+ എന്ന് പറയുന്നതും Cl- ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പോൾ വിപരീത ചാർജുകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇവയ്ക്ക് പരസ്പരം. അപ്പോൾ NaCl എന്തുകൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തുന്നു എന്ന് ചോദിച്ചാൽ, Na+ അയോൺസും Cl- അത് രണ്ട് ഡിഫറൻ്റ് അല്ലേ. അപ്പോൾ പരസ്പരം വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആകർഷിച്ചിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഉപ്പ് പരലുകൾ ജലത്തിൽ ഇടുമ്പോൾ ജലതന്മാത്രകൾ പരലിൽ പ്രവേശിച്ച് Na+ അയോൺസും Cl- അയോൺസുമായിട്ട് വലയം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജലതന്മാത്രകളെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഭാഗമായ പോസിറ്റീവ് ചാർജും ഓക്സിജൻ്റെ ആറ്റങ്ങൾക്ക് സമാനമായ നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത്. അപ്പോൾ Na+ എന്നോ Cl- എന്നോ ആ ജലതന്മാത്രകൾ വലയം ചെയ്ത് വയ്ക്കും. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി വേറൊരു കാര്യം നമുക്ക് ഓർത്ത് വെച്ചിരിക്കേണ്ടത്, ധ്രുവീയ ലീനങ്ങൾ. എന്താണ്? മാർക്ക് ചെയ്യാൻ വിട്ടോ? ഇതാണ് ധ്രുവീയ ലീനങ്ങൾ. ധ്രുവീയ ലായകത്തിൽ എന്ത് ചെയ്യും? ലയിക്കും. അതായത് പോളാർ സോൾവെൻറ്റിൽ എന്ത് ചെയ്യും? ലയിക്കും. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻറ്റിൽ ലയിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. പോളാർ സൊല്യൂട്ട് അല്ലാതെ പോളാറും നോൺ പോളാറും തമ്മിൽ ചേരുമോ? ഇല്ല. പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെൻ്റ്, അതായത് ധ്രുവീയ ലീനങ്ങൾ ധ്രുവീയ ലായനിയിൽ എന്ത് ചെയ്യും? കൂടിച്ചേരും എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ലായകം നിത്യജീവിതത്തിലുള്ള കാര്യം നമുക്കറിയാം. സാർവിക ലായകം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് സാർവിക ലായകം എന്ന് പറയുന്നത്? ജലമാണ്. ഓക്കെ, ലായകങ്ങൾ, അവയുടെ ഉപയോഗങ്ങൾ നമുക്കൊന്ന് നോക്കിയാൽ, പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പൻറ്റൈൻ നമുക്കറിയാം. കറയൊക്കെ അല്ലെ, പെയിൻറ്റ്, അതുപോലെ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പെട്രോൾ, മണ്ണെണ്ണ, ടർപ്പൻറ്റൈൻ, അമോണിയ ലായനിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ വസ്ത്രങ്ങളിൽ നോക്കിയാൽ കാപ്പിയുടെയും ചായയുടെയും കറ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ബൊറാക്സ് ലായനി ഉപയോഗിക്കും. എന്ത് ലായനി? ബൊറാക്സ് ലായനി. ഇപ്പോൾ സുഗന്ധദ്രവ്യങ്ങളുടെ നിർമ്മാണത്തിന് അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സ്പ്രേ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കണ്ടിട്ടില്ലേ, അതിലുള്ള അരോമാറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളെ ലയിപ്പിക്കാൻ നമ്മൾ അതിൽ ആൽക്കഹോളാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രേ നമ്മൾ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിഞ്ഞിരിക്കുമ്പോൾ സ്പ്രേ അടിക്കുകയാണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നീറുന്നത് എന്താണ്? അതിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ ടിങ്ചർ അയോഡിൻ എന്ന് പറയുന്നത്, അയോഡിൻ എന്ന് നിങ്ങൾക്കറിയാം, മുറിവുകൾ കഴുകി വൃത്തിയാക്കാനും അണുനാശിനിയായിട്ടും ഉപയോഗിക്കും. നമ്മൾ എന്താണ്? ടിങ്ചർ അയോഡിനാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്.
ടിങ്ചർ അയോഡിൻ എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ട്? 2-3% അയോഡിനിൽ ആൽക്കഹോളും ജലവും ലയിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. മനസ്സിലായ? മുറിവൊക്കെ വൃത്തിയാക്കാനായിട്ടൊരു എന്താണ് ബ്രൗൺ കളറിലുള്ളതാണ് ടിങ്ചർ അയോഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായ? അത് ലായനികളും മിശ്രിത ലായനികൾ അവിടെ ഉപയോഗമാണ് പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ് ഗാഢലായനി, എന്താണ് നേർത്ത ലായനി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഇത്ര ഗാഢത കുറഞ്ഞത് നേർത്ത ലായനി, ഗാഢത കൂടിയത് ഗാഢലായനി, അത്രയേ ഉള്ളൂ. അപ്പം ലീനത്തിൻ്റെ അളവ് കൂടുതലുള്ള ലായനികൾക്ക് ഗാഢത കൂടുതലാണ്. അപ്പോൾ എന്താണ് ലീനത്തിൻ്റെ അളവ് എന്തായിരിക്കും? കൂടുതലുള്ള ലായനികൾക്ക് എന്ത് കൂടുതലായിരിക്കും? ഗാഢത കൂടുതലായിരിക്കും. എന്ത് കൂടുതലായിരിക്കും? ഗാഢത കൂടുതലായിരിക്കും. ലായനിയുടെ ഗാഢത ലീനത്തിൻ്റെ അളവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കണേ, ലായനിയുടെ ഗാഢത എന്തിനെ ആശ്രയിക്കുന്നുണ്ട്? ലീനത്തിൻ്റെ അളവിനെ. എന്തിൻ്റെ അളവിനെ? ലീനത്തിൻ്റെ അളവിനെ. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിക്കുന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഓക്കെ, അപ്പോൾ എന്താണെടാ? ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ അളവാണ് ലായനിയുടെ ഗാഢത. ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേരുന്ന ലീനത്തിൻ്റെ അളവിനെ എന്തെന്ന് പറയും? ലായനിയുടെ ഗാഢത എന്ന് പറയും. ഒരു ലായനിയിൽ ലീനത്തിൻ്റെ അളവ് ഇപ്പോൾ കുറവാണെന്ന് വെച്ചോ, അതിനെ എന്തെന്ന് പറയാം? നമുക്ക് നേർത്ത ലായനി എന്ന് പറയുന്ന. ലീനത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഗാഢത ലായനി. ഇപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷനും നമുക്ക് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും അറിയാം. അതെ, ഗാഢത എന്താണ്? ഗാഢത, ലീനത്തിൻ്റെ ഗാഢത നമ്മൾ നോക്കും. ഇപ്പോൾ ഗാഢത കുറവാണെങ്കിൽ എന്താണ്? ഡൈല്യൂട്ടാണ് അല്ലേ, നേർത്ത ലായനിയാണ്. ഗാഢത ഇപ്പോൾ എന്താണ്? കൂടുതലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. എന്തെന്ന് പറയും? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയും. മനസ്സിലായ? ഓക്കെ അല്ലേ? അപ്പോൾ നേർത്ത ലായനിയും ഗാഢലായനിയും എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഇനി നമ്മൾ പഠിക്കാൻ പോകണം മാസ് പെർസെൻറ്റേജ് ആണ്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട് മാസ് പെർസെൻറ്റേജ് എന്താണെന്ന്. അതായത് ഒരു ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ നമ്മൾ പെർസെൻറ്റേജ് എന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് 50ൽ എത്ര മാർക്കുണ്ട്, എത്ര പെർസെൻറ്റേജ് എന്നുണ്ടെന്ന് കണ്ടുപിടിക്കും. ഇപ്പോൾ 50ൽ നിങ്ങൾക്ക് 49 മാർക്കുണ്ടെന്ന് വെച്ചാൽ 49/50 × 100, അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് പോയി ടോട്ടൽ മാർക്ക് × 100, അങ്ങനെയല്ലേ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന? അതേപോലെയാണ് ലായനിയുടെ മാസ് എന്ന് പറയുന്ന. ലായനിയുടെ മാസ് കണ്ടുപിടിക്കുക ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ മാസ്. ലീനത്തിൻ്റെ മാസ് ബൈ ലായനിയുടെ. ലായനി എന്ന് വെച്ചാൽ ടോട്ടലാണ് അല്ലേ, നമുക്ക് കിട്ടുന്നത് ടോട്ടൽ അല്ലേ. അപ്പോൾ അതിൽ എന്തുമാത്രം ലീനം അലിഞ്ഞു ചേരുന്നുണ്ട്? അപ്പോൾ ലീനത്തിൻ്റെ മാസിനെ ലായനിയുടെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക × 100. ഓക്കെ, അപ്പോൾ ലീനത്തിൻ്റെ മാസ് ടോട്ടൽ എന്ന് പറയുന്ന ലായനിയാണ്. ലായനിയല്ലേ നമുക്ക് ടോട്ടലായിട്ട് എത്തുന്ന. അപ്പോൾ ലായനിയുടെ മാസിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, 10 ഗ്രാം ഉപ്പ്. അപ്പോൾ അതല്ലേ ലീനം. ഓക്കെ, 90 ഗ്രാം ജലത്തിൽ ലയിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഉപ്പ് അവിടെ എത്രയാണ്? 10 ഉള്ളൂ. ലായകത്തിൻ്റെ മാസ് ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 90. പക്ഷേ ആകെ ലായനിയുടെ മാസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അല്ലേ ലായനിയാവുന്ന. ലീനവും ലായകവും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലായനി കിട്ടുന്നത്. അപ്പോൾ ലായനി കണ്ടുപിടിക്കാൻ 90ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 100 ഗ്രാം. അപ്പം മൊത്തം എത്രയാണ്? ലീനത്തിൻ്റെ മാസ് 10, ലായനി നമുക്ക് എത്ര കിട്ടി? 100 × 100. ഇത് രണ്ടും കട്ടായി പോയി ബാക്കി എത്ര പെർസെൻറ്റേജ് കിട്ടും? 10%, 10% എന്ന് കിട്ടും. മനസ്സിലായ? ഓക്കെ, അതേപോലെ നോക്കിക്കേ, ഒരു തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിൻ്റെ ഗാഢത 15% കിട്ടി എങ്കിൽ എത്രയാണ് അവിടെ ലീനം ലയിപ്പിച്ചത്? നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിച്ചുകൂടെ? ഓക്കെ അല്ലേ, മനസ്സിലായ? ഇപ്പോൾ 18 ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിൻ്റെ 2 ഗ്രാം ഒരു ലായനി തയ്യാറാക്കി. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ 18ഉം 2 ഗ്രാമും അല്ലേ ചേർത്തത്. അപ്പം മൊത്തം അവിടെ ലായനി എന്ന് പറയുന്നത് 20 ഗ്രാം. ചേർത്തത് എന്താണ്? 18 ഗ്രാം ജലത്തിൽ 2 ഗ്രാമാണ്. അപ്പോൾ 2/20 × 100. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം? മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. മനസ്സിലായ? അപ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ലായനി 3.62 മാസ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്പോക്ലോറൈഡിൻ്റെ ജലീയ ലായനിയാണ്. അപ്പോൾ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എന്ത് ലായനി? ബ്ലീച്ചിങ് ലായനി എന്ന് പറയുന്നത് സോഡിയം ഹൈപ്പോക്ലോറൈഡിൻ്റെ ജലീയ ലായനിയാണ്. അതിൻ്റെ മാസ് പെർസെൻറ്റേജ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക, 3.62.
അപ്പം നമ്മൾ വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ട് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ബ്ലീച്ചിങ് ലായനി ഉപയോഗിക്കുന്നുണ്ട്. അതെന്ന് പറയുന്ന സോഡിയം ഹൈപ്പോക്ലോറൈഡിൻ്റെ ജലീയ ലായനിയാണ്. എന്തിൻ്റെയാണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൻ്റെ ജലീയ ലായനിയാണ്. സോഡിയം ഹൈപ്പോക്ലോറൈറ്റിൻ്റെ എന്ത് ലായനിയാണ്? ജലീയ ലായനിയാണ്. അപ്പോൾ അതിൻ്റെ മാസ് പെർസെൻറ്റേജ് പഠിച്ചു വെച്ചിരിക്കുക 3.62. അതിൻ്റെ എത്രയാണ്? 3.62. മനസ്സിലായ? ഇനി നമുക്ക് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഒരു ചെറിയൊരു അളവ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്രയാണ് ലീനം, എത്ര ലീനമുണ്ട്, അതിനെയാണ് പാർട്സ് പെർ മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദശലക്ഷത്തിൽ എത്ര. ഓക്കെ, അപ്പോൾ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത മാസ ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ, ദശലക്ഷം 10⁶ ഭാഗത്തിൽ എത്ര ലീനമുണ്ട്, അതാണ് പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്? ppm എന്ന് ഉപയോഗിക്കുന്നത്, പാർട്സ് പെർ മില്യൺ. അപ്പോൾ എന്താണ്? വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അളക്കാൻ അല്ലെങ്കിൽ പ്രസ്താവിക്കാൻ നമ്മൾ പാർട്സ് പെർ മില്യൺ ഉപയോഗിക്കണം. അടുത്ത ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കുടിവെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് എത്രയാണ്? കുടിവെള്ളത്തിൽ ക്ലോറിൻ്റെ അളവ് PyQ ആണത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുടിവെള്ളത്തിൽ ക്ലോറിൻ്റെ എന്താണ് അളവ് എത്രയാണ്? 4 ppm ആണ് കേട്ടോ. എത്രയാണ്? 4 ppm ആണ്. എന്നാൽ കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജൻ്റെ അളവ് എത്രയാണെടാ? കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജൻ്റെ അളവ് എന്ന് ഓർത്ത് വെച്ച് 5.8 ppm ആണ്. ppm എന്ന് വെച്ചാൽ പാർട്സ് പെർ മില്യൺ ആണ്. വ്യവസായവൽക്കരണത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഹരിത ഗൃഹവാതകങ്ങളിൽ ഒന്നായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്രയുണ്ട്? 270 ppm ആണെങ്കിൽ ഇപ്പം എത്രയായിട്ടാണ് മാറിയടാ? ആഗോള താപനത്തിന് കാരണമാകുന്ന ഈ ഹരിതഗൃഹവാതകം ഇപ്പം എത്രയായിട്ടുണ്ട്? 414 ppm ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പണ്ട് നമുക്ക് എന്താണ്? വ്യവസായവൽക്കരണത്തിന് മുമ്പ് നമ്മൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 270 ppm ആയിരുന്നു. പക്ഷേ ഇന്ന് അത് എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്? 414 വർദ്ധിച്ചിട്ടുണ്ട്. മനസ്സിലായ? അപ്പം ലായനിയുടെ ഗാഢത സൂചിപ്പിക്കുന്നത് മറ്റു ചില തോതുകൾ വേറെ ഏതൊക്കെയാണ്? നമ്മൾ മൊളാലിറ്റി, അതേപോലെ തന്നെ വോളിയം പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് 3 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ലീനം എത്രത്തോളം, ദശലക്ഷത്തിൽ എത്രത്തോളം ലീനം അടങ്ങിയിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് പാർട്സ് പെർ മില്യൺ. അതിൽ ക്ലോറിൻ്റെ അളവ് നമ്മളൊന്ന് അറിയുക. കുടിവെള്ളത്തിൽ എത്രയാണ് ക്ലോറിൻ്റെ അളവ്? 4 ppm ആണ്. അതുപോലെ തന്നെ കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജൻ്റെ അളവ് എത്രയാണ്? അത് 5.8 ppm ആണ്. പണ്ട് നമ്മളിവിടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, വാഹനങ്ങളൊന്നുമില്ല, വ്യവസായവൽക്കരണമൊന്നുമില്ല, അപ്പോഴൊക്കെ നമുക്ക് 270 ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതെന്തായി? 414 മാറി. ഓക്കെ അല്ലേ? ഇനി പൂരിത ലായനി എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ പഠിക്കണം. ഇവിടെ 3 ബീക്കർ എടുത്ത് വയ്ക്കുന്നു. അതിൽ കുറേശ്ശെ ലീനം എന്ത് ചെയ്യണം? നമ്മൾ ലയിപ്പിച്ച് ചേർക്കുകയാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ചേർന്ന ലഭിക്കുന്ന ലായനിയെയാണ് നമ്മൾ പൂരിത ലായനി എന്ന് പറയുന്നത്. എന്താണ്? ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുന്നത്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയെ പറയുന്ന പേരെന്താണ്? പൂരിത ലായനി. എന്ത് ലായനി? പൂരിത ലായനി. ഒരു നിശ്ചിത താപനില എന്നുള്ള ഒരു കാര്യം ഓർക്കുക. പരമാവധി ലീനം അലിഞ്ഞു ചേർന്ന അതിന് പറയുന്ന പേരെന്താണ്? പൂരിത ലായനി. അപ്പോൾ പൂരിത ലായനിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയില്ലേ? പൂരിതം ആകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ, അതിന് പറയുന്ന പേരാണ് അപൂരിത ലായനി. അപ്പോൾ പൂരിതമാകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ, അതിനെ അപൂരിത ലായനി എന്ന് പറയുന്നു. പൂരിത ലായനി ഉണ്ടാകുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഓക്കെ, അതിന് പറയുന്ന പേരെന്താണ്? അപൂരിത ലായനി. എന്ത് ലായനി? അപൂരിത ലായനി. അപ്പം ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം, അവിടെ നോക്കിക്കേ, കുറവ് ലീനം ലയിപ്പിച്ച് ചേർത്താൽ അതിന് പറയുന്ന പേരാണ് അപൂരിത ലായനി. അപൂരിത ലായനിയിൽ വീണ്ടും ലീനത്തിൽ ലയിപ്പിക്കാൻ കഴിയുമോ? കഴിയും അല്ലേ? കഴിയും. എന്നാൽ അതിപൂരിത ലായനി നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ നോക്കി, ഈ പൂരിതമായ ലായനിയിൽ വീണ്ടും നമ്മൾ ലീനം ലയിപ്പിച്ച് ചേർക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? ആ പൂരിത ലായനി. അവിടെ നമുക്ക് ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ലീനത്തിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. മനസ്സിലായ? അപ്പോൾ ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനെക്കാട്ടി കൂടുതൽ ലീനം ലയിച്ച് ചേരുന്നതിനെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി.
മനസ്സിലായ? ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേരുന്ന ലായനിയെ പറയുന്ന പേരാണ് അതിപൂരിത ലായനി. എന്ത് പൂരിത ലായനി? അതിപൂരിത ലായനി. അധികം ചേർത്ത ലീനത്തെ അവക്ഷിപ്തമായി വീണ്ടും അതിനെ പൂരിതമാക്കാനായിട്ട് വരാം. അപ്പോൾ പൂരിതമാക്കാനായിട്ട് അധികം ചേർത്ത ലീനത്തെ അവക്ഷിപ്തമായി വീണ്ടും അതിനെ എന്താക്കാൻ പറ്റും? പൂരിതമാക്കി പറ്റും. മനസ്സിലായോ? ഇവിടെ വളരുന്ന പരലെന്ന് പറഞ്ഞൊരു ഗ്രോയിങ് ക്രിസ്റ്റൽ ഉണ്ട്. അതായത് നമ്മളൊരു കോപ്പർ സൾഫേറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും അതിപൂരിത ലായനികൾ പ്രത്യേകം ബേക്കറിൽ എടുക്കുക. എന്നിട്ട് അതിൽ നോക്കുക, കോപ്പർ സൾഫേറ്റിൻ്റെയും പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെയും ഓരോ ചെറിയ ക്രിസ്റ്റൽ എന്ത് ചെയ്യുക, ഇതേപോലെ നൂല് കെട്ടിയിട്ട് നമ്മളതിൽ താഴ്ത്തി വയ്ക്കണം. മനസ്സിലായോ? താഴ്ത്തി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ക്രിസ്റ്റൽ ഇങ്ങനെ വളർന്ന് അതിന് ചുറ്റും ഇങ്ങനെ പറ്റിപ്പിടിച്ച് വരുന്നതായിട്ട് കാണും. ആണ് വളരുന്ന പരലെന്ന് പറഞ്ഞ് ഇവിടെ തന്നിരിക്കുന്നത്. അതായത് ഇനി അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? ലീനത്തിൻ്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെട്ട് അതവിടെ എന്ത് ചെയ്യും? ആ ഒരു പ്രക്രിയ വളർന്നു വരുന്നു. അതുതന്നെയാണ് ക്രിസ്റ്റലൈസേഷൻ, പരലീകരണം. അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിക്കുമ്പോൾ ലീനത്തിൻ്റെ ക്രിസ്റ്റൽ അവിടെ എന്ത് ചെയ്യും? രൂപപ്പെടും. ആ പ്രക്രിയനെ പറയുന്ന പേര്, അതായത് ആ ഒരു കുഞ്ഞു കഷ്ണം അതിൻ്റെ ചുറ്റും ഇങ്ങനെ എന്ത് ചെയ്യും? ആ ക്രിസ്റ്റൽ വന്ന് ആ ക്രിസ്റ്റലുകളിൽ നിന്ന് വളർന്നു വരുന്ന ആ പ്രക്രിയയുടെ പേരെന്താണ്? പരലീകരണം, ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. എന്താന്ന് പറയുന്ന? ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ. അപ്പോൾ 2 ബീക്കർ എടുക്കുക, 50 മില്ലി വീതം ജലം എടുക്കുക. ഒന്നിൽ പൊടിച്ച കറിയിപ്പ് എടുക്കുക, ഒന്നിൽ സോഡിയം ബൈകാർബണേറ്റ് എടുക്കുക. എന്നിട്ട് ഒന്നാമത്തെ ബീക്കറിൽ കറിയിപ്പും രണ്ടാമത്തെ ബീക്കറിൽ സോഡിയം ബൈകാർബണേറ്റും അല്പാൽപമായിട്ട് ചേർത്ത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 100 ഗ്രാം ലീനത്തിൽ പാത്രത്തിൽ അവശേഷിച്ച 2 ലവണങ്ങളുടെയും അളവ് കണക്കാക്കണമെങ്കിൽ നമുക്ക് പൂരിത ലായനി വേണം, അല്ലേ? അപ്പോൾ ഏതിലാണ് പെട്ടെന്ന് ലയിച്ച് ചേർന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു ലായകത്തിൽ ലീനം അലിഞ്ഞു ചേരൂലേ? അലിഞ്ഞു ചേരുന്ന ആ അളവിനെ പറയുന്ന പേരാണ് ലേയത്വം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലേയത്വം നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കാര്യം ഓർക്കുക. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ അളവ്, അതാണ് ലീനത്തിൻ്റെ എന്തെന്ന് പറയുന്ന ലായകം എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവിനെയാണ് ആ ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്ന? ലേയത്വം. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിൻ്റെ ഗ്രാമിലുള്ള അളവാണ് ആ ലീനത്തിൻ്റെ ലേയത്വം എന്ന് പറയുന്നത്. ആ ലീനത്തിൻ്റെ എന്തെന്ന് പറയുന്ന? ലേയത്വം എന്ന് പറയുന്നത്. മനസ്സിലായേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു നിശ്ചിത താപനില എടുക്കുക. താപനിലയിൽ 100 ഗ്രാം, ആ ഒരു കാര്യം ഓർത്തിരിക്കുക. 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായ ലീനത്തിലെ ഗ്രാമിലുള്ള അളവാണ് ലീനത്തിലെ ലേയത്വം. ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മളോട് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നത് താപനിലയിൽ ഉണ്ടാകുന്ന മാറ്റം ലേയത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്നാണ്. നമുക്ക് താപനില കൂടുമ്പോൾ ലേയത്വം പൊതുവെ എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അതിന് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. താപനില കൂടുമ്പോൾ ലേയത്വം പൊതുവെ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ താപനില കൂടുമ്പോൾ നമുക്ക് നോക്കിയേ, ഇപ്പോൾ വെള്ളത്തിൽ നമ്മൾ പഞ്ചസാര കണിക എടുത്തിടുകയാണ്, നമുക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നത്. പക്ഷെ അത് തിളയ്ക്കുമ്പോൾ കണ്ടിട്ടില്ല, പെട്ടെന്ന് തന്നെ അതിൽ ലയിച്ച് ചേരുന്നത്. അപ്പോൾ താപനില കൂടുമ്പോൾ ലേയത്വം എന്ത് ചെയ്യും? പൊതുവെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഇതിൽ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൽ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. താപനില, അതാണ് നോക്കി, ഇതാണ് താപനില. ഈ താപനില കൂടുമ്പോൾ ലേയത്വം പൊതുവെ കുറയുന്നത് ഏതിലാണ്? നിങ്ങൾ നോക്കിയേ, കാൽസ്യം. നോക്കിയേ, താപനില ഇങ്ങോട്ട് കൂടി വന്നപ്പോൾ ഇത് എന്ത് ചെയ്യും? കാൽസ്യം സൾഫേറ്റ് കുറഞ്ഞു വരെയാണ്. നോക്കിയാൽ മേളിലോട്ട് പോയോ? ഈ ഒരു കർവ് കണ്ട, ഇത് ലേഞ്ഞ് താഴോട്ടല്ലേ വന്ന? മനസ്സിലായോ? അപ്പോൾ കാൽസ്യം സൾഫേറ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ഇവിടെ എന്താണ്? കാൽസ്യം സൾഫേറ്റ്. ഓക്കെ. 30 ഡിഗ്രി ലേയത്വം ഏറ്റവും കൂടുതൽ ഏതിലാണ്? നിങ്ങൾ നോക്കിയാൽ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെയാണ്. ഇവിടെ 20-നും 40-നും ഇടയിലാണ് 30. ആ 30 ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ ലേയത്വം ഏതിലാണെന്ന് നോക്കിയേ. 30 ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ ലേയത്വം പൊട്ടാസ്യം ക്ലോറൈഡിനാണ്. നോക്കിയേ, പൊട്ടാസ്യം ക്ലോറൈഡിനല്ലേ ഏറ്റവും കൂടുതൽ ലേയത്വം. അപ്പോൾ ഏതിനാണ്? പൊട്ടാസ്യം ക്ലോറൈഡിനാണ്. പൊട്ടാസ്യം ക്ലോറൈഡിനാണ് ഏറ്റവും കൂടുതൽ ലേയത്വം ഉള്ളത്. ഓക്കെ ആണ്. അപ്പോൾ 30 ഡിഗ്രിയിൽ ഏറ്റവും കൂടുതൽ ലേയത്വം ഉള്ളതിനാണ് പൊട്ടാസ്യം ക്ലോറൈഡിനാണ്.
മനസ്സിലായ? അപ്പോൾ അത് ഗ്രാഫിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, സോഡിയം ക്ലോറൈഡ് എന്ന് വെച്ചാൽ NaCl ആണ് അല്ലേ. സോഡിയം ക്ലോറൈഡ് ജലത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരുന്നത് നമുക്കറിയാമല്ലേ. പക്ഷേ ആൽക്കഹോളിൽ ഈ സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, അല്പം മാത്രമേ ലയിച്ച് ചേരും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉപ്പ് നോക്കിയാൽ ജലത്തിൽ നന്നായിട്ട് ലയിച്ച് ചേരും, പക്ഷേ ആൽക്കഹോളിൽ അല്പം മാത്രം ലയിച്ച് ചേരും. മണ്ണെണ്ണയിലാണെങ്കിൽ ഒട്ടും തന്നെ ലയിക്കുന്നില്ല. ഇതെന്തിൻ്റെ സ്വഭാവമാണ്? ആ ലായകത്തിൻ്റെ സ്വഭാവമാണ് അല്ലേ. അപ്പോൾ ലായകത്തിൻ്റെ സ്വഭാവം മൂലമാണ് നോക്കി ജലത്തിൽ നന്നായിട്ട് എന്ത് ചെയ്യും? ലയിക്കും. എന്നാൽ നമ്മൾ ആൽക്കഹോളിലാണെങ്കിൽ ആൽക്കഹോളിൽ എന്ത് ചെയ്യത്തില്ല? അല്പം മാത്രം അല്ലേ. എന്നാൽ മണ്ണെണ്ണയിൽ കെറോസിനായിട്ട് എന്ത് ചെയ്യത്തില്ല? നമ്മൾ ഉപ്പ് എന്ത് ചെയ്യത്തില്ല? ലയിക്കത്തില്ല. അപ്പോൾ അത് എന്തിൻ്റെ സ്വഭാവമാണ്? അത് ലായകത്തിൻ്റെ സ്വഭാവമാണ്. എന്താണ്? ലായകത്തിൻ്റെ നേച്ചർ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ സാധാരണ സാഹചര്യത്തിൽ ജലത്തെ വളരെ കുറച്ച് മാത്രം ലയിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം സാധാരണ സാഹചര്യത്തിൽ ജലത്തിൽ വളരെ കുറച്ച് മാത്രം, നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറച്ചാണ് ലയിച്ച് ചേരുന്നത്. അപ്പോൾ സോഡ കുപ്പി തുറക്കുമ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉയർന്ന മർദ്ദത്തിലാണ് നമ്മൾ ജലത്തിൽ ലയിപ്പിച്ച് ചേരുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകത്തെ ജലത്തിൽ എങ്ങനെയാണ് ലയിപ്പിച്ച് ചേർക്കുന്നത്? ഉയർന്ന മർദ്ദത്തിലാണ് ലയിപ്പിച്ച് ചേർക്കുന്നത്. എന്തിനാണ്? ഉയർന്ന മർദ്ദത്തിലാണ് ലയിപ്പിച്ച് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലയത്തെ സ്വാധീനിക്കുന്നത് മർദ്ദമാണ്. ഓക്കെ ആണോ? മനസ്സിലായി? ഇനി നമുക്ക് പഠിക്കേണ്ടത് യഥാർത്ഥ ലായനിയും സസ്പെൻഷനുമാണ് പഠിക്കേണ്ടത്. യഥാർത്ഥ ലായനിയും സസ്പെൻഷനും. നമ്മൾ നോക്കിക്കേ, വെള്ളവും പഞ്ചസാരയും വെച്ച് ഒരു ബേക്കറിൽ വെള്ളവും ചോക്കുപൊടി എടുക്കുന്നു. എന്നിട്ട് ഇതിൽ കണികളെ കാണാൻ പറ്റുന്ന പഞ്ചസാര ലായനിയിലാണ്, ചോക്ക് വെള്ളത്തിലാണ്? നമുക്കറിയാം കണികളെ കാണാൻ പറ്റുന്ന ചോക്കുപൊടിയിൽ കണികളെ കാണാൻ പറ്റും, പഞ്ചസാരയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കണികനെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ കണങ്ങളെ കാണാൻ കഴിയുന്ന ഏത് ബീക്കറിലാണ്? അതെ, ബീക്കർ നമ്പർ 2ലാണ്. അനക്കാതെ വെച്ചതിന് ശേഷം കുറേ നേരം കഴിഞ്ഞ് കണികൾ അടിഞ്ഞു പോകുന്നത് ഏതിലാണ്? ബീക്കർ 2ലല്ലേ. അപ്പോൾ 2 ബീക്കറിലെ മിശ്രിതങ്ങളെ നന്നായി ഇളക്കിയ ശേഷം വശങ്ങളിലൂടെ ഒരു പ്രകാശബീം കടത്തിവിടാൻ. ഞാൻ നോക്കിക്കേ, ഇത് പഞ്ചസാര ലായനിയാണ്, ഇത് നോക്കിക്കേ ചോക്കുപൊടിയാണ്. അപ്പോൾ 2ലൂടെ ഞാൻ നോക്കിയാൽ ഇവിടെ പ്രകാശപാത കാണുന്നുണ്ടോ? അവിടെ പ്രകാശപാത കാണുന്നില്ല അല്ലേ. പക്ഷെ ഇവിടെ പ്രകാശപാത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അതായത് ബീക്കറിൽ 2ൽ ചോക്കുപൊടി കലർന്ന മിശ്രിതത്തിൽ പ്രകാശപാത എന്ത് ചെയ്യാൻ പറ്റും? കാണാനായിട്ട് കഴിയും. ഓരോ മിശ്രിതം ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് നമ്മൾ അരിച്ച് നോക്കിയാണ് ഫിൽറ്റർ പേപ്പർ വെച്ച് ചോക്കുപൊടിയെ നമുക്ക് അരിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ ചോക്കുപൊടി വെള്ളത്തിൽ കലർത്തിയ മിശ്രിതം എന്താണ്? ഏത് പേരിലാണ് അത് അറിയപ്പെടുന്നത്? സസ്പെൻഷനാണ്. അപ്പോൾ ചോക്കുപൊടി കലർത്തിയ വെള്ളം എന്താണ്? സസ്പെൻഷനാണ്. ഓക്കെ, അതെന്തായിരിക്കും? ഒരു ഫിന്നാറ്റിക്കമ്പ മിശ്രിതമായിരിക്കും. ഓക്കെയാണ്. എന്നാൽ വെള്ളവും പഞ്ചസാരയും ചേർന്ന ആ മിശ്രിതം എന്താണ്? യഥാർത്ഥ ലായനിയാണ്. അതുകൊണ്ടാണ് പാത കാണാത്തതും അതുപോലെ നമുക്ക് കണങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തതും. പക്ഷേ ചോക്കുപൊടിയാണെങ്കിൽ എന്താണ്? ആ മിശ്രിതം സസ്പെൻഷനാണ്. നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണങ്ങളെ കാണാൻ പറ്റും, പ്രകാശപാതയും കാണാൻ പറ്റും. മനസ്സിലായ? അപ്പോൾ നമ്മൾ നോക്കിക്കേ, യഥാർത്ഥ ലായനിയിൽ നമുക്കറിയാം ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ കഴിയോ? ഇല്ല. പക്ഷേ സസ്പെൻഷനിൽ എന്ത് ചെയ്യാം? വേർതിരിച്ച് കാണാൻ കഴിയും. അപ്പോൾ വേർതിരിക്കാൻ പറ്റും, വേർതിരിക്കാം. ഓക്കെ, അവിടെ പ്രകാശപാത കാണാൻ പറ്റും. പക്ഷേ ഇവിടെ പ്രകാശപാത കാണാൻ പറ്റുമോ? ഇല്ല, പ്രകാശപാത കാണാൻ കഴിയില്ല. അനക്കാതെ വയ്ക്കുമ്പോൾ കണികകൾ ഇവിടെ അടിയോ? കണികകൾ അടിയുമോ? ഇല്ല, കണികകൾ അടിയല്ല. കണികകൾ എന്ത് ചെയ്യത്തില്ല? അടിയത്തില്ല. പക്ഷെ ഇവിടെ കണികകൾ എന്ത് ചെയ്യുന്നു? അടിയുന്നു. എന്ത് ചെയ്യുന്നു? അടിയുന്നു. അപ്പോൾ സസ്പെൻഷനിൽ നമുക്ക് കണങ്ങളെ എന്ത് ചെയ്യും? ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ പറ്റും, പ്രകാശപാത ദൃശ്യമാണ്. കണങ്ങൾ എന്ത് ചെയ്യുന്നു? അടിയുന്നു. എന്നാൽ ഒരു യഥാർത്ഥ ലായനിയിൽ ഘടകങ്ങളെ വേർതിരിക്കാൻ കഴിയോ? ഇല്ല. പ്രകാശബീം കടത്തിവിടുമോ? ഇല്ല. കണങ്ങൾ അടിയുമോ? ഇല്ല. മനസ്സിലായ? അപ്പോൾ യഥാർത്ഥ ലായനിയിൽ ലീനകണങ്ങളുടെ വലിപ്പം വളരെ കുറവാണ്. അപ്പോൾ നേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി ഉപയോഗിച്ചോ പോലുമായി ഇവയെ കാണാൻ പറ്റില്ല. പക്ഷേ തീരെ ചെറിയ കണങ്ങളായതിന് അവർക്ക് പ്രകാശത്തെ വിസ്തരിപ്പിക്കാൻ കഴിയോ? ഇല്ല. അപ്പോൾ യഥാർത്ഥ ലായനിയിൽ ചെറിയ കണികകൾ ആയതിനാൽ അവ പ്രകാശത്തെ എന്ത് ചെയ്യുന്നില്ല? വിസ്തരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രകാശപാത കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സസ്പെൻഷനിൽ നമുക്കറിയാം ലീനകണങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. ആ പ്രകാശപാത എന്ത് ചെയ്യുന്നു? വിസ്തരിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗുരുത്വാകർഷണം കാരണം കണങ്ങൾ ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? അടിയുന്നു. നമ്മൾ ചോക്കുപൊടിയിലാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ചോക്കുപൊടിയിലാണെങ്കിൽ ചോക്കുപൊടി അവിടെ ഇവിടെ കാണുമല്ലേ, അതെന്ത് ചെയ്യും? അത് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഈ താഴെ എന്ത് ചെയ്യും? ഇങ്ങനെ അടിഞ്ഞ് കൂടും. അപ്പോൾ ഇവയെ എന്തായിരിക്കും? അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് ഏതിലാണ്? സസ്പെൻഷനിലാണ്. അടുത്ത നമുക്ക് നോക്കാം കൊളോയിഡ്.
അപ്പോൾ ലായനി എന്താണ്, സസ്പെൻഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പാലും വെള്ളവും കലർന്ന് ഒരു മിശ്രിതം എടുക്കുകയാണ്. കണങ്ങളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുമോ? പറ്റുമോ? പറ്റോടെ ഇല്ല അല്ലേ. കണങ്ങളെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ കഴിയത്തില്ല. അപ്പോൾ കൊളോയിഡിൽ കാണാൻ പറ്റില്ല. പ്രകാശപാത ദൃശ്യമാണോ? പ്രകാശപാത, കൊളോയിഡിൽ പ്രകാശപാത കാണാൻ പറ്റും, പക്ഷെ കണങ്ങളെ കാണാൻ പറ്റത്തില്ല. കണങ്ങൾ അരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായ? അപ്പോൾ കൊളോയിഡിൽ ഓർത്ത് വെച്ചിരിക്കുക, കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട്, ഓരോ കണങ്ങളെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുമോ? ഇല്ല. ഇപ്പം നമ്മൾ പാലും വെള്ളവും എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് നോക്കിക്കേ, എല്ലാം ഒരേപോലെയല്ലേ നമ്മൾ കാണുന്നത്, അല്ലത് സെപ്പറേറ്റ് കണങ്ങളെ കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. പ്രകാശബാധ ദൃശ്യമാണോ? പ്രകാശബാധ ദൃശ്യമാണ് കേട്ടോ. കണങ്ങൾ അരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ലായനിയെ പോലെ തന്നെ ഇവയെ കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. സസ്പെൻഷനിലോ അതുപോലെ അടിയത്തുമില്ല. എന്നാൽ പ്രകാശബീം കടത്തിയിട്ട എന്ത് ചെയ്യും? പാത ദൃശ്യമാക്കും. അപ്പം ലായനിയെ പോലെ തന്നെ ഇവയിലെ കണങ്ങളെ നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല അല്ലേ. സസ്പെൻഷനിലെ പോലെ അടിയത്തുമില്ല, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ദൃശ്യമാക്കും. പാത എന്ത് ചെയ്യും? ദൃശ്യമാക്കും. അപ്പം ലായനികൾക്ക് സസ്പെൻഷനുകൾക്കും ഇടയിലാണ് എന്തെന്ന് പറയുന്ന കൊളോയിഡ് എന്ന് പറയുന്നത്. ലായനിക്കും സസ്പെൻഷനും ഇടയിലാണ് എന്തെന്ന് പറയുന്നത്? കൊളോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് യഥാർത്ഥ ലായനിയിലും കൊളോയിഡിലും സസ്പെൻഷനിലും കണികളുടെ വലിപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ ലായനിയിൽ കണ്ട വളരെ ചെറുതാണ്, 0.01 മുതൽ 1 നാനോമീറ്റർ വരെയാണ്. കൊളോയിഡ് അതിനെക്കാട്ടി ഒത്തിരി കൂടെ 1000 നാനോമീറ്റർ വരെ. എന്നാൽ സസ്പെൻഷൻ ആകുമ്പോൾ നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാനായിട്ട് കഴിയും. 1000 നാനോമീറ്ററിൽ കാട്ടി കൂടുതലാണ്. അപ്പം നമുക്കിവിടെ നമുക്കൊന്ന് തരംതിരിച്ച് പറയാം. യഥാർത്ഥ ലായനിയാണെങ്കിൽ നമുക്കറിയാം പ്രകാശപാത എന്താണ്? ദൃശ്യമാണ്. പ്രകാശപാത എന്താണ്? ദൃശ്യമാണ്. ഇവിടെ ദൃശ്യമാണോ? അല്ല. ഇവിടെ കൊളോയിഡിൽ ദൃശ്യമാണോ? ആണല്ലേ. കൊളോയിഡിൽ ദൃശ്യമാണ്, പ്രകാശപാത ദൃശ്യമാണ്. സസ്പെൻഷനിൽ എന്തല്ല? ദൃശ്യമല്ല കേട്ടോ. ഇനി നമുക്കറിയാം ലീനങ്ങൾ, നഗ്നനേത്രം കൊണ്ട് യഥാർത്ഥ ലായനി കാണാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? കണങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? കണങ്ങളെ കാണാൻ കഴിയും. ഇവിടെ കാണാൻ കഴിയുമോ? കൊളോയിഡിൽ കാണാനായിട്ട് പറ്റത്തില്ല. അതുപോലെ തന്നെ കണങ്ങൾ അടിയുമോ? യഥാർത്ഥ ലൈനിയിൽ കണങ്ങൾ അടിയുമോ? അടിയില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സസ്പെൻഷനിൽ എന്ത് ചെയ്യും? കണങ്ങൾ എന്ത് ചെയ്യും? അടിയും കേട്ടോ. കണങ്ങൾ എന്ത് ചെയ്യും? അടിയും. ഓക്കെ. കണങ്ങളെന്നറിയാം, അല്ലെങ്കിൽ അടി കിട്ടില്ല കണങ്ങൾ. ഓക്കെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്യത്തില്ല? കൊളോയിഡിലും കണങ്ങൾ അടിയില്ല. ഓക്കെ. അത് നേരത്തെ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് എടുത്തെഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കിക്കോ, ഒരു ബീക്കറിൽ 50 മില്ലി ജലമെടുത്താൽ 2 ഗ്രാം സോഡിയം തയോസൾഫേറ്റ് ചേർത്ത് ഇളക്കുകയാണ്. എന്നിട്ട് ഇവിടെ ചിത്രത്തിൽ കാണുന്ന കണക്ക് ബീക്കർ പ്രകാശപാതയിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കുഞ്ഞു തരികൾ വന്ന് ആ കണങ്ങളുടെ വലിപ്പം കൂടി സമയം കഴിയും തോറും സൾഫർ കണങ്ങൾ കേട്ടാ ഇതേപോലെ വേർതിരിഞ്ഞ് വലിപ്പം വർദ്ധിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് സൾഫർ എന്തായിട്ട് മാറി? ഒരു സസ്പെൻഷനായിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. എന്തായിട്ട്? സസ്പെൻഷനായിട്ട്. മനസ്സിലായ? അതായത് ആദ്യം ഇതൊരു ലായനിയായിരുന്നു. ആ ലായനി എന്തായിട്ട് മാറിയെന്ന് വെച്ചാൽ ലായനി കൊളോയിഡായിട്ട് മാറി. എന്തായിട്ട് മാറി? കൊളോയിഡായിട്ട് മാറി. പിന്നെ അതെന്തായിട്ട് മാറി? സസ്പെൻഷനായിട്ട് മാറി. അപ്പോൾ കൊളോയിഡിൽ കണങ്ങൾ തട്ടി വിസരിക്കുന്ന കണ്ടില്ല, ആ പ്രകാശപാത കാണാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ടിൻഡൽ പ്രവാഹം എന്നും പറയും കേട്ടോ. എന്ത് പ്രവാഹം എന്ന് പറയും? ടിൻഡൽ പ്രവാഹം. മനസ്സിലായ? അപ്പോൾ ഒന്നും കൂടെ പറയാം. സോഡിയം തയോസൾഫേറ്റ് ഇതേപോലെ നമ്മൾ ബീക്കറിൽ അടിക്കുകയാണ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നു? പ്രകാശപാതയിൽ ക്രമീകരിച്ച ശേഷം 2 or 3 നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് അതിൽ ചേർക്കുകയാണ്. അപ്പോൾ ആദ്യം അതെന്തായിട്ട് മാറും? സസ്പെൻഷനായിട്ട് മാറും. പിന്നെ അതെന്തായിട്ട് മാറും? കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ ഇങ്ങനെ വേർതിരിഞ്ഞ് ആ കൊളോയിഡ് രൂപം എന്തായിട്ട് മാറും? ആദ്യം അത് കൊളോയിഡാണ് കേട്ടോ, കൊളോയിഡ് രൂപമാണ്. കൊളോയിഡ് രൂപത്തിലുള്ള സൾഫർ എന്തായിട്ട് മാറും? അത് സസ്പെൻഷൻ രൂപത്തിലാവും. എന്ന് വെച്ചാൽ കണങ്ങളുടെ വലിപ്പം എന്ത് ചെയ്യും? ആ സമയം കഴിയും തോറും വർദ്ധിച്ച് വരും. മനസ്സിലായ? അപ്പോൾ ആ ഒരു പ്രവാഹത്തിന് കൊളോയിഡിൽ നമ്മൾ പ്രകാശപാത നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ? അതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. നിത്യജീവിതത്തിൽ കൊളോയിഡ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, കൊളോയിഡ് പോലെയുള്ള സംഭവങ്ങൾ. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ഈ കൊളോയിഡിലെ കാര്യം പറയുന്ന മുമ്പ് നമ്മൾ മയോണൈസിൻ്റെ കാര്യം ഒന്ന് പറയാം. സാൻഡ്വിച്ചിലെ സാലഡ് നിങ്ങൾക്ക് പരിചിതമായൊരു കാര്യമാണ് മയോണൈസ് എന്ന് പറയുന്നത് അല്ലേ.
നമ്മൾ മൃദുവായ ഒരു കൊളോയിഡാണിത്. മാറുന്ന ഭക്ഷണ രീതിയിൽ നമുക്കറിയാം, അൽഫാമും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ മയോണൈസ് ഉപയോഗിക്കുന്നുണ്ട്. വിനാഗിരിയും സസ്യണയും മുട്ടയുടെ വെള്ളക്കരുവും. ഓക്കെ, ഇപ്പോൾ അതിന് പകരം പാലൊക്കെ ഉപയോഗിക്കുന്ന മയോണൈസ് വേണ്ടി നിർമ്മിക്കാനായിട്ട്. ഒരു സെക്കൻഡ്. അപ്പോൾ പദാർത്ഥങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാതിരിക്കുമ്പോഴോ പഴകുമ്പോഴോ ഭക്ഷ്യബാധ ഭക്ഷ്യവിഷബാധയടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മയോണൈസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളോട് ഇതിൽ നിന്നും ചോദിക്കേണ്ടത് മൃദുവായ ഒരു കൊളോയിഡാണ് എന്തെന്ന് പറയുന്നത് മയോണൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മയോണൈസ് എന്താണ്? കൊളോയിഡാണ്. മയോണൈസ് എന്ന് പറയുന്നത് എന്താണ്? കൊളോയിഡാണ്. ഓക്കെ, ഇവിടെ കൊളോയിഡിന് എക്സാമ്പിളായിട്ട് സോളിഡ് സോള്, ജെല്ല്, സോളിഡ് ഫോം, എയറോസോൾ, ലിക്വിഡ് എയറോസോൾ ഇതൊക്കെ തന്നിട്ടുണ്ട്. ഉദാഹരണങ്ങൾ നമുക്ക് നോക്കിക്കോ. കൊളോയിഡിൽ രത്നങ്ങൾ ഖരപദാർത്ഥത്തിലുള്ളതാണെന്നൊക്കെ തന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അതായത് നമ്മൾ എല്ലാ കൊളോയിഡിനും പ്രധാനമായിട്ട് 2 ഘടകങ്ങളുണ്ട്. ഡിസ്പേഴ്സൺ മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഫേസ്റ്റ് മീഡിയം, ഡിസ്പേഴ്സ്ഡ് ഡിസ്പെർഷൻ മീഡിയം. അങ്ങനെ കൊളോയിഡിനെ 8 ഉപവിഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. എത്ര ഉപവിഭാഗങ്ങൾ നിങ്ങൾക്ക് അതെല്ലാം പഠിക്കണ്ട, പക്ഷെ ആ 8 എണ്ണമാണെന്ന്. കൊളോയിഡുകൾക്ക് പ്രധാനമായിട്ടും എത്ര വിഭാഗങ്ങളുണ്ട്? 8 എണ്ണം ഉണ്ട്. സോളിഡ് സോള്, ജെല്ല്, സോളിഡ് ഫോം, സോള്, എമൽഷൻ, ഫോം, എയറോസോൾ, ലിക്വിഡ് എയറോസോൾ. ഇത്ര 8 വിഭാഗങ്ങളുണ്ട്. അതിന് ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. ഈ ലിക്വിഡ് എയറോസോൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക. മൂടൽമഞ്ഞും കാർമേഘവും എന്താണ്? ലിക്വിഡ് എയറോസോളാണ്. അത് ഒരു കൊളോയിഡാണ്. പുകയും പൊടിക്കാറ്റും എയറോസോൾ. എയറോ എന്ന് പറയുമ്പോൾ ആ പുകയുടെ ഇത് സംഭവം കിട്ടൂലേ. ഫോം എന്ന് പറയുന്നത് ഫോഗ് പോലെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സോപ്പ് പദം എന്താണ്? ഫോമാണ്. എമൽഷൻ എന്ന് വെച്ചാൽ പാല്, പെയിൻറ്റ്. കഞ്ഞിവെള്ളം സോളാണ്. സോളിഡ് ഫോം എന്ന് വെച്ചാൽ റബ്ബർ മെത്തയാണ്. ജെല്ലെന്ന് വെച്ചാൽ വെണ്ണ, ജാം, ചീസൊക്കെ. സോളിഡ് സോളിന് ഉദാഹരണം രക്തങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ എന്തിന്? കൊളോയിഡിൽ വരുന്ന 8 ഉപവിഭാഗങ്ങളാണ്. അപ്പോൾ കൊളോയിഡിൻ്റെ ഉപവിഭാഗങ്ങൾ എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിച്ചാൽ 8 എണ്ണം ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കാം. അടുത്തത് കൃത്രിമ പാനീയങ്ങളാണ്. നമുക്കറിയാം കൃത്രിമ പാനീയങ്ങളെല്ലാം എന്താണ്? കൊളോയിഡാണ്. അപ്പോൾ അത് അടിയായിരിക്കാം. കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങൾ അതിൽ കണികൾ അടിയാതിരിക്കാം കൃത്രിമമായിട്ട് നമ്മൾ അതിലെന്ത് ചേർക്കും? എസ്റ്ററുകൾ ചേർക്കും. അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റെബിലൈസറുകൾ ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. കണികകൾ അടിയാതിരിക്കാൻ കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളാണ് സ്റ്റെബിലൈസറുകൾ. ഓക്കെ, സ്റ്റെബിലൈസർ ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഒരു സ്റ്റെബിലൈസറാണ്. സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ് ഒരു സ്റ്റെബിലൈസറാണ്. ഗ്ലിസറോൾ എസ്റ്റർ ഓഫ് റോസിൻ എന്താണ്? എസ്റ്റർ. ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ സ്റ്റെബിലൈസറാണ് കേട്ടോ. സൂക്രോസ് അസറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ് അതും ഒരു സ്റ്റെബിലൈസറാണ്. ഗ്ലിസറൈൽ എസ്റ്റർ ഓഫ് റോസിൻ അതും എന്താണ്? ഒരു സ്റ്റെബിലൈസറാണ്. പിന്നെ പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മൾ നാച്ചുറലി പ്രിസർവ് ചെയ്ത് വെക്കുന്നതാണ് വിനാഗിരിയിലും ഉപ്പിലും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വയ്ക്കും? സൂക്ഷിച്ചു വയ്ക്കും ഭക്ഷണങ്ങൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. പ്രിസർവ് ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. എന്നിപ്പോൾ കൃത്രിമമായ പാനീയങ്ങൾക്കും ഇതേപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്, പ്രിസർവേറ്റീവ്സ് ചെയ്യുന്നുണ്ട് ഇത് ഓർത്ത് വയ്ക്കുക. നമ്മൾ ടാർട്രസിൻ എന്ന് പറയുന്ന രാസവസ്തു എന്തിനു വേണ്ടിയിട്ട്? മഞ്ഞ നിറം. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എന്ത് നിറം? മഞ്ഞ നിറം. ടാർട്രസിൻ എന്താണ്? മഞ്ഞ നിറമാണ്. അപ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളിലും പാനീയങ്ങളിലൊക്കെ മഞ്ഞ നിറം കിട്ടാൻ നമ്മൾ ടാർട്രസിൻ ഉപയോഗിക്കുന്നുണ്ട്. ചുവപ്പ് നിറം എന്ന് പറഞ്ഞ എരിത്രോസിൻ. ഏത് വസ്തുവാണ് ചേർക്കുന്നത്? എരിത്രോസിനാണ്. ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ചുവപ്പ് നിറം കിട്ടാൻ എരിത്രോസിൻ ഉപയോഗിക്കും. ഇനി അടുത്തത് നീല നിറം. നിങ്ങൾക്കറിയാം ഇൻഡിഗോ കലാപമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇൻഡിഗോ കാർബനാണ് നീല നിറം കിട്ടുന്നത്. വാനില നിങ്ങൾക്കറിയാം, വാനില ഐസ്ക്രീം എന്നൊക്കെ നോക്കുക. അപ്പം രുചി രുചി കൂട്ടാൻ ഭക്ഷണ പദാർത്ഥങ്ങളിൽ രുചി കൂട്ടാൻ വാനില നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ് എന്ന് വെച്ചാൽ നമ്മൾ കൃത്രിമ പാനീയങ്ങൾ കഴിക്കുമ്പോൾ അതിലൊരു പുളിരുചിയുണ്ട് ആ പുളിരുചി കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫോസ്ഫോറിക് ആസിഡ്. എന്താ ആസിഡ്? ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പുളിരുചി കൂട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതൊട്ട് ശ്രദ്ധിച്ചിരിക്കാം. അലൈൻ ഹെക്സോസൈനേറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ അതായത് പൈനാപ്പിളിൻ്റെ സുഗന്ധം കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അലൈൻ ഹെക്സോസൈനേറ്റ്. എന്താണ്? അലൈൻ ഹെക്സോനേറ്റ് അല്ലെങ്കിൽ അലൈൻ ഹെക്സനേറ്റ്. എന്താണ്? അലൈൻ ഹെക്സനേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? അതെ, നമ്മൾ പൈനാപ്പിളിൻ്റെ ആ ഒരു സുഗന്ധത്തിനായിട്ട്. നമ്മൾ ബിരിയാണി ചെമ്പൊക്കെ തുറങ്ങുമ്പോൾ ഒരു രുചിയുണ്ടല്ലോ, ഒരു മണമുണ്ടല്ലോ, സുഗന്ധം.
അല്ലെങ്കിൽ ഹെക്സോസൈനേറ്റ് ആണ്. ഇത് സോഡിയം ബെൻസനേറ്റ് നമ്മൾ സാലഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതിൽ എന്ത് ചെയ്യും പൂപ്പൽ ഈസ്റ്റ് അതുപോലെ അത് ബാധിക്കാതിരിക്കാൻ നമ്മൾ ചേർക്കുന്നതാണ് സോഡിയം ബെൻസനേറ്റ്. അതും പ്രീവിയസ് ആണ്. ഇത് സോർബിക് ആസിഡ്, സോർബിക് പൂപ്പൽ ബാധ തടയാൻ വേണ്ടിയിട്ട് കേക്കിലും സാലഡിലും ചീസിലൊക്കെ ചേർക്കുന്നതാണ് സോർബിക് ആസിഡ്. എന്താണ് സോർബിക്. അപ്പോൾ ഇതെല്ലാം രാസവസ്തുക്കളാണ് എന്നുള്ളവർക്ക് ടാട്രാസിൻ മഞ്ഞ, എരിത്രോസിൻ ചുവപ്പ്, ഇൻഡിഗോ അറിയാം നീല, വാനലിൻ രുചി കൂട്ടാനാണ്, ഫോസ്ഫോറിക് എന്താണ് പുളി രുചി കൂട്ടാനാണ്, അലൈൻ ഹെക്സോസൈനേറ്റ് നമുക്കറിയാം പൈനാപ്പിളിൻ്റെ സുഗന്ധം കിട്ടാൻ, സോഡിയം ബെൻസനേറ്റ് പൂപ്പലൊക്കെ ബാധിക്കാതിരിക്കാൻ, സോർബിക് ആസിഡും എന്താണ് പൂപ്പൽ ബാധിക്കാതിരിക്കാൻ ചേർക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം അത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ്, ഫിസി ഡ്രിങ്ക്സ്, പോപ്പ് ഡ്രിങ്ക്സ് എന്നീ പേരിലൊക്കെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ കൃത്രിമ മധുരങ്ങളാണ് അതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആ മധുരമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കണം എന്നുള്ളൊരു തോന്നൽ വരും. സാധാരണ പഞ്ചസാരയേക്കാൾ 10 മടങ്ങ് മധുരമാണ് അതിൽ ഉള്ളത്. ഓക്കെ. അപ്പോൾ താരതമ്യേന വിലക്കുറവുള്ള അസ്പാർട്ടിയം അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. സാധാരണ പഞ്ചസാരയേക്കാൾ 10 മടങ്ങ് മധുരവും താരതമ്യേന വിലക്കുറവുമുള്ള അസ്പാർട്ടിയം, അതേപോലെ തന്നെ സാക്കറീസ്, ഫ്രക്ടോസ്, കോൺ സിറപ്പ് എന്നിവയാണ് അതിലെ വില്ലന്മാർ. പഞ്ചസാരേനെ വെച്ച് നോക്കുമ്പോൾ അതിന് കലോറി മൂല്യം കുറവാണ്. പക്ഷേ രക്തത്തിലെ ചീത്ത കൊഴുപ്പുകളുടെ ഉൽപ്പാദനമൊക്കെ ഇതെന്ത് ചെയ്യും കൂടിയിട്ട് നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാവും. എന്നുണ്ടാവും ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാവും. മനസ്സിലായ വിശപ്പ് കൂടാനുള്ള കാരണവും ഉണ്ടാവും. അതുപോലെ തന്നെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് വർദ്ധിച്ച് നമ്മൾ അമിതവണ്ണത്തിനും ദന്തക്ഷയത്തിനും ഒക്കെ കാണാമാവും ഈ കൃത്രിമമായിട്ട് ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യല്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് പരമാവധി യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയാണല്ലോ ഈ ചാപ്റ്റർ എന്ന് പറയുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ മെയിനായിട്ട് ഈ ഒരു കാര്യം ഈ ഒരു ടേബിൾ എന്ത് ചെയ്യുക നല്ല വൃത്തിക്ക് പഠിക്കണം കേട്ടോ. ഈ ടേബിൾ പഠിച്ചിരിക്കണം. ടേബിളിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കണം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന ഒരു സംഭവമാണ് കൊളോയിഡ് സസ്പെൻഷൻ ആൻഡ് ട്രൂ സൊല്യൂഷൻ. അപ്പോൾ അതിൽ ഉള്ള കാര്യം ഓർക്കുക. നമുക്ക് ദൃശ്യപാത കാണാൻ പറ്റുന്നത് ഏതിലൊക്കെയാണ് ദൃശ്യപാത കാണാം. ഇതിൽ ഞാൻ ദൃശ്യമാണ് എന്നാണ് എഴുതിയത്. ദൃശ്യപാത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥ ലായനിയിൽ ദൃശ്യപാത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, കാണാൻ കഴിയില്ല കേട്ടോ. സസ്പെൻഷനിൽ ദൃശ്യപാത എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ കഴിയും. കൊളോയിഡിലും എന്ത് ചെയ്യാൻ പറ്റും, ദൃശ്യപാത കാണാൻ പറ്റും. ഓക്കെ. അന്നേരം ശ്രദ്ധിച്ചില്ല, സോറി. അപ്പോൾ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക പഠിക്കുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു ചാപ്റ്ററായിട്ട് വീണ്ടും നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. എക്സാമൊക്കെ വരികയാണ്, നന്നായിട്ട് പഠിക്കുക കേട്ടോ.